മെസ്സേജ് ഫ്രം ബിൽ ഡബ്ല്യു മെയ് 1964 ലേഖനം എഴുതിയത്. 1964 മെയ് മാസത്തിലെ ബില്ലിൽ നിന്നുള്ള ഒരു സന്ദേശമാണിത്. I am glad indeed that we so often say to each other, faith without works is dead. Action is the magic word. As we strive to devise better ways of carrying the AA message to those who still suffer, I hope that we will also try to create a wider understanding of that proportion operation and needs of AS World Service, that all important cluster of activities which enables our fellowship to function as a whole, because this furlong service reach into every quarter of the world. Their direct influence for good is too often unseen and therefore unknown. Without that global effort, we would now be in most sorry and chaotic state. Let me illustrate this by two examples. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്, പ്രവൃത്തിയാണ് മാന്ത്രിക വാക്ക് എന്ന് നമ്മൾ പലപ്പോഴും പരസ്പരം പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പലപ്പോഴും ദുരിതം അനുഭവിക്കുന്നവരിലേക്ക് സന്ദേശം എത്തിക്കുന്നതിനുള്ള മികച്ച മാർഗങ്ങൾ ആവിഷ്കരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ യുടെ ലോക സേവനങ്ങളുടെ പ്രവർത്തനത്തെയും ആവശ്യങ്ങളെയും കുറിച്ച് വിശാലമായ ഒരു ധാരണ സൃഷ്ടിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയെ മൊത്തത്തിൽ പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്ന എല്ലാ സുപ്രധാന പ്രവർത്തനങ്ങളും ഈ വിദൂര സേവനങ്ങൾ ലോകത്തിന്റെ എല്ലാ പാദങ്ങളിലേക്ക് എത്തുന്നതിനാൽ നന്മയ്ക്കുള്ള അവയുടെ നേരിട്ടുള്ള സ്വാധീനം പലപ്പോഴും കാണാനാകില്ല. അതിനാൽ അത് അജ്ഞാതമായിരിക്കുന്നു. ആ ആഗോള ശ്രമം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും ഖേദകരവും അരാജകവുമായ അവസ്ഥയിലായിരിക്കും. രണ്ട് ഉദാഹരണങ്ങളിലൂടെ ഞാനിത് വിശദീകരിക്കാം. Suppose, for instance, that during the last 25 years, AA had never published any standard literature, no books, no pamphlets. We need little imagination to see that by now our message would be hopelessly garbled. Our relations with the medicine and the religion would have become a shambles. To alcoholics general, we would today be a joke, and the public would have thought as a riddle. Without its literature, AA would certainly have bogged down in a welter of controversy and disunity. ഉദാഹരണത്തിന്, കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഒരു സാധാരണ സാഹിത്യവും പ്രസിദ്ധീകരിച്ചിട്ടില്ല. പുസ്തകങ്ങളോ ലഘുലേഖകളോ ഇല്ല. ഇപ്പോൾ നമ്മുടെ സന്ദേശം നിരാശാജനകമായിരിക്കുമെന്ന് കാണാൻ നമുക്ക് കുറച്ച് ഭാവന തന്നെ ആവശ്യമാണ്. വൈദ്യശാസ്ത്രവുമായും മതവുമായുള്ള നമ്മുടെ ബന്ധം ശിഥിലമാകുമായിരുന്നു. മദ്യപാനികൾക്ക് പൊതുവെ നമ്മൾ ഒരു തമാശയായി മാറിയിരിക്കും. പൊതുജനങ്ങൾ നമ്മളെ ഒരു കടങ്കഥയായി കരുതുമായിരുന്നു. അതിന്റെ സാഹിത്യമില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും വിവാദങ്ങളുടെയും അനൈക്യത്തിന്റെയും ഒരു കുത്തൊഴുക്കിൽ അകപ്പെടുമായിരുന്നു. Nevertheless, effective literature was prepared, and in 1939, the publication of the Big Book, because our very first world service. From that time on, it became perfectly clear that AA is what it believes, and how it works. Millions of our pamphlets and hundreds of thousands of our books are today in circulation. AA message can never be garbled. Any one of all can find out about us with ease. What the dividend of this single project in world communications have been, only God himself know. എന്നിരുന്നാലും ഫലപ്രദമായ സാഹിത്യം തയ്യാറാക്കപ്പെട്ടു. 1939 ബിഗ് ബുക്കിന്റെ പ്രസിദ്ധീകരണം ഞങ്ങളുടെ ആദ്യത്തെ ലോക സേവനവുമായി മാറി. ആ സമയം മുതൽ എന്താണെന്നും അതെന്താണ് വിശ്വസിക്കുന്നതെന്നും അതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും വ്യക്തമായി. നമ്മുടെ ദശലക്ഷക്കണക്കിന് ലഘുലേഖകളും നമ്മുടെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളും ഇന്ന് പ്രചാരത്തിലുണ്ട്. യുടെ സന്ദേശം ഒരിക്കലും അപകീർത്തിപ്പെടുത്താൻ കഴിയില്ല. ആർക്കും ഞങ്ങളെക്കുറിച്ച് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. ലോക ആശയവിനിമയത്തിലെ ഈ ഒരൊറ്റ പദ്ധതിയുടെ ലാഭവിഹിതം എന്തായിരുന്നു എന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ. One more illustration. Our fellowship enjoys a vast goodwill everywhere. In large measure, this is directly due to another AA World Service, the service of public information. For many years, wonderful accounts of AA have poured from the press and from other media of communications. This astounding success has recorded of our general service. People, great labor, top skills, and unstinted dedication. There is no question that this continued torrent of favorable publicity has brought to AA one half its present membership. ഒരു ദൃഷ്ടാന്തം കൂടി. ഞങ്ങളുടെ കൂട്ടായ്മ എല്ലായിടത്തും വലിയൊരു നല്ല മനസ്സ് ആസ്വദിക്കുന്നുണ്ട്. വലിയ അളവിൽ അത് നേരിട്ട് മറ്റൊരു AA വേൾഡ് സർവീസ് അല്ലെങ്കിൽ പൊതുവിവരങ്ങളുടെ സേവനം മൂലമാണ്.
നിരവധി വർഷങ്ങളായി പത്രങ്ങളിൽ നിന്നും മറ്റ് ആശയവിനിമയ മാധ്യമങ്ങളിൽ നിന്നും എഐയുടെ അത്ഭുതകരമായ അക്കൗണ്ടുകൾ പകർന്നു കിട്ടി. വിസ്മയിപ്പിക്കുന്ന ഈ വിജയത്തിന് നിങ്ങളുടെ പൊതുസേവനക്കാരായ ആളുകൾക്ക് വലിയ അധ്വാനവും മികച്ച വൈദഗ്ധ്യവും അചഞ്ചലമായ അർപ്പണബോധവും ആവശ്യമാണ്. അനുകൂലമായ പ്രചരണത്തിന്റെ തുടർച്ചയായി ഈ കുത്തൊഴുക്ക് എഐ അതിന്റെ നിലവിലെ അംഗത്വത്തിന്റെ പകുതിയോളം എത്തിച്ചു എന്നതിൽ തർക്കമില്ല. But just suppose that these great channels of communications and been left wide open to the winds of chance, or were still had never been developed by us at all. Had there been such a failure, we may well shudder at the dire consequences. Tens of thousands of today's AA membership would still be drinking. Many indeed would now be marred or dead. പക്ഷേ ആ ആശയവിനിമയത്തിൽ ഈ മഹത്തായ ചാനലുകൾ ആകസ്മികമായ കാറ്റ് തുറന്നു വിട്ടിരിക്കുകയാണെന്ന് കരുതുക. അല്ലെങ്കിൽ അതിലും മോശമായി ഞങ്ങൾ ഒരിക്കലും വികസിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരാജയം സംഭവിച്ചിരുന്നെങ്കിൽ ഭയാനകമായ പ്രത്യാഘാതങ്ങൾ നാം വിരളി പിടിച്ചേക്കാം. ഇന്നത്തെ AI അംഗങ്ങളിൽ 10,000-കണക്കിന് ആളുകൾ ഇപ്പോഴും കുടിച്ചുകൊണ്ടേയിരിക്കും. പലരും ഇപ്പോൾ ഭ്രാന്തന്മാരോ മരിച്ചവരോ ആയിരിക്കും. I am sure you have already seen that AA World Service is utterly necessary to our future unity and growth, even to our survival as a fellowship. ഈ ലോക സേവനം നമ്മുടെ ഭാവി ഐക്യത്തിനും വളർച്ചയ്ക്കും ഒരു കൂട്ടായ്മ എന്ന നിലയിലുള്ള നമ്മുടെ നിലനിൽപ്പിന് പോലും അത്യന്താപേക്ഷിതമാണെന്ന് നിങ്ങൾ ഇതിനകം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. To maintain this life-giving arteries of world communication in full flow and in good repair will always be a top priority task for each new generation of our society. This will require of us a greatly increased understanding of the immense need to be met and a sustained devotions of the highest order. ലോക ആശയവിനിമയത്തിന്റെ ജീവൻ നൽകുന്ന ഈ ധമനികളെ പൂർണ്ണമായ ഒഴുക്കിലും നല്ല അറ്റകുറ്റപ്പണിയിലും നിലനിർത്തുക എന്നത് നമ്മുടെ സമൂഹത്തിലെ ഓരോ പുതിയ തലമുറയ്ക്കും എപ്പോഴും മുൻഗണന നൽകുന്ന ഒരു ദൗത്യമായിരിക്കും. ഇത് നമ്മിൽ നിന്ന് വളരെയധികം വർധനവ് ആവശ്യപ്പെടും. അതിബൃഹത്തായ ആവശ്യകതയെക്കുറിച്ചുള്ള ധാരണയും ഉയർന്ന ക്രമത്തിന്റെ സുസ്ഥിരമായ ഭക്തിയും നിറവേറ്റേണ്ടതുണ്ട്. വേൾഡ് ഓഫ് ടുഡേ ഹാർബേഴ്സ് ദ അപ്പലിംഗ് total of 20 million alcoholic men and women. Without a doubt, a large fraction of this fellow sufferers could begin to find their sobriety and a new way of life if only they could see that here just one AA meeting. Experience has already proved that our world service constitutes the largest and the most powerful single agency that we shall ever possess to bring those legions of sufferers within a reach of what we, AAs around the world, have so providentially discovered for ourselves. Knowing this fellowship, I feel entirely confident that we will eagerly shoulder and discharge well this most high responsibility to our third legacy. As we continue in the language of the heart to carry AA message across all distance and all barriers, may God bless you. അപ്പോൾ ഇന്നത്തെ ലോകം ഭയാനകമായ ആകെ 20 ദശലക്ഷം മദ്യപാനികളായ സ്ത്രീ പുരുഷന്മാർക്ക് അഭയം നൽകുന്നു. ഒരു AA മീറ്റിംഗിൽ മാത്രം കാണാനും കേൾക്കാനും കഴിയുമെങ്കിൽ ഈ സഹബാധിതരിൽ വലിയൊരു വിഭാഗത്തിന് അവരുടെ ശാന്തതയും ഒരു പുതിയ ജീവിത രീതിയും കണ്ടെത്താൻ കഴിയും. ലോകമെമ്പാടുമുള്ള AAകൾ നമുക്ക് വേണ്ടി വളരെ കരുതലോടെ കണ്ടെത്തിയതിൽ നിന്ന് കഷ്ടപ്പെടുന്നവരുടെ സൈന്യത്തെ കത്തിക്കുന്നതിനുള്ള ഏറ്റവും വലുതും ശക്തവുമായ ഏക ഏജൻസിയാണ് ഞങ്ങളുടെ ലോക സേവനങ്ങൾ എന്ന അനുഭവം ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. ഈ കൂട്ടായ്മ അറിയുന്നതിനാൽ ഞങ്ങളുടെ മൂന്നാം പൈതൃകത്തോടുള്ള ഏറ്റവും ഉയർന്ന ഉത്തരവാദിത്വം ഞങ്ങൾ ആകാംക്ഷയോടെ ഏറ്റെടുക്കുകയും നന്നായി നിർവഹിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എല്ലാ ദൂരങ്ങളിലും എല്ലാ തടസ്സങ്ങളിലും AAയുടെ സന്ദേശം എത്തിക്കാൻ ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ തുടരുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം അവസാനിക്കുന്നത്. എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി.